ബഹുമാനികൾ നമസ്കാരം. പുതിയ അധ്യായ ശൂർപ്പണഖ വൃത്താന്തം. ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി മനുവിമോഹിനി. ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നോരു യാമിനീചര ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ട് രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ട് മിനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോട് മന്ദഹാസവും പൊഴിച്ച് ഇന്ദിരാവരനോട് മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്. നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ അഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണത്രശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീല. അതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരീ കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത. ധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണൻ ഇവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ച് പുഞ്ചിരി പൂണ്ട് മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധനേ വേഷവും ധരിച്ച്
ഓരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ, മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നു കൊണ്ടും. സപത്ന്യോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ. മംഗലശീലനനുരൂപനെത്രയും നിനക്ക് അങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ ധന്യേ, നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ. എന്നതു കേട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ. നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ മന്നവാ. ഗിരിവനഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്ന് ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരും അനാരതം. ഇത്തരം അവൾ ഉര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാനൊരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണമതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടു കിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. തിരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കൻ അവനിടൂ. രാഘവവാക്യം കേട്ട് രാവണ സഹോദരി വ്യാകുലചേതസ്സൊടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്ന് അപേക്ഷിച്ച നേരത്ത്, കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല വെറുതെ നീ. നിന്നിലില്ലേതുമൊരാകാംക്ഷ എന്നറിക നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയും അതു കേട്ട് രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസി അപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടപ്പോൾ കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ട് ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറി മുറയിട്ട നാദത്തെ കൊണ്ട്
ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. നീലപർവതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറുപോലെ ചൊരയുമൊലിപ്പിച്ച് കളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോട് അവന് മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം, ബന്ധമുണ്ടായതെന്ത് വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തത് അവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവളുമുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ, പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്ത് ഇടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോട്. യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തോടെ ചെന്ന് ഗൗതമീ തടം പൊക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ട് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടിന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ശ്രീരാമോത്സംഗേ ഏവം കേൾപ്പാനുമില്ല നൂനം. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ.
അനങ്കനും ദേവതയവളല്ലോ. ത്വൽപതിയാകം പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം, വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുചനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതിമായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയവൈരി പാരാതെ പാരാവാരപാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ. അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ച് ഉള്ളിൽ രാമരാമേതി ജപിച്ചുറച്ച് സമാധി പൂണ്ടാമോദത്തോട് വരുവീടിന മാരീചനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ട് തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ച് യഥാവിധി മാനിച്ച് ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. എന്തൊരാഗമനമിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. മരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം. സകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവർ. ഇതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനി തന്നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു. രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ട് രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിനു നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന് അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം.
പിടിയില്ലിതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങ് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലീ വാക്യം കേട്ട് രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട്, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞ് അടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്വമോട് ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം ഇങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം. എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതോ നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടെ കരഞ്ഞാൻ, അയ്യോ പാപം. ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ, അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി അയ്യോ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ പന്തികന്ധരൻ തനിക്ക്. അതിനുള്ളുപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയെല്ലാം. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ അതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും, അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം. രക്ഷോജാതിയിലത്രേ നീയമുണ്ടായി നൂനം, ഭ്രാതൃനാശനത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി
ദുഷ്ടാത്മാവേ ഞാനതോർത്തില്ലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കെട്ടുകയില്ല താനും, ഇന്നു മൽപ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യുതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചില്ല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരും പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡീ. ദക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. വളരെ ഗഹനവും ചിന്തോദ്ദീപകവുമായ ഒരു ഭാഗമാണിത്. ശൂർപ്പണഖയുടെ വിലാപം കേട്ട് രാമൻ ശൂർപ്പണഖയുടെ കരച്ചിലിന് വിലയുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ട് ശൂർപ്പണഖ പറയുന്നുണ്ടല്ലോ, സീതയെ അപഹരിച്ച് ഇവിടെ കൊണ്ടുവരണം, ലക്ഷ്മീ സമയായൊരു സ്ത്രീയെ നീയാണ് വിവാഹം കഴിക്കേണ്ടത്, കാട്ടിൽ വസിക്കുന്ന രാമനല്ല എന്ന് പറയുകയും താൻ രാമനെ കാംക്ഷിച്ച കാര്യം പറയാതെ ഒളിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും നേരെ നിനക്ക് ചെന്ന് എതിരിട്ട് തോൽപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് എന്തെങ്കിലും മായ കാട്ടി ബാലകന്മാരെ അവിടെ നിന്ന് മാറ്റുകയും ആ സമയത്ത് സീതയും കൊണ്ട് പോരുകയും ചെയ്യണമെന്ന ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയാണ് രാവണൻ മാരീചൻ്റെ അടുത്തെത്തുന്നത്. മാരീചനാകട്ടെ ശ്രീരാമധ്യാനത്തോടുകൂടി വൽക്കലമൊക്കെ ധരിച്ച് ജീവിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ മാരീചൻ ആദ്യമൊക്കെ വൈഷമ്യത്തോടു കൂടി വിസമ്മതം അറിയിക്കുന്നു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവണൻ വാളെടുത്തിട്ട് നീ ഇത് ചെയ്തില്ല എങ്കിൽ എൻ്റെ വാളിന് ഊണായി ഭവിക്കും നീ എന്ന് പറയുമ്പോൾ മാരീചൻ ആലോചിക്കുന്നുണ്ട്, ഇയാളുടെ വാള് കൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് രാമൻ്റെ അസ്ത്രം കൊണ്ട് മരിക്കുന്നതാണെന്ന് വിചാരിച്ച് മാരീചൻ മനോഹരനായൊരു പൊന്മാനായി ചാരു പൊള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ആകർഷണീയമായൊരു കനകമൃഗമായി മാറി സീതയെ ആകർഷിക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഈ കനകമൃഗം എന്ന ഈ മാരീചത്വം ലോകത്ത് മുഴുവനുമുണ്ട്. പരാവിദ്യയാണ് സീത. ഏകാന്ത ഭക്തിയാ ജപിച്ച് ചെന്നെത്തേണ്ട പരാവിദ്യയുടെ യാന സമീപത്ത് പോലും പുതിയ കാലഘട്ടത്തിലും ഇത്തരം മാരീചത്വങ്ങൾ നമ്മുടെ കുട്ടികളെ വിമോഹിപ്പിക്കുന്നുണ്ട്. അടുത്തെത്തും തോറും അകറ്റി ഒടുവിൽ അതിനെ വധിച്ചാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ, അതിനെ കൊന്ന് അതിൽ നിന്ന് മുക്തി നേടിയാലേ തിരിച്ചു വരാൻ പറ്റൂ എന്ന അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നു നമ്മളെ. ആ മാരീചത്വം ലോകത്ത് മുഴുവനും ഉണ്ട്. എൻ്റെ ഒരു കുസൃതിയിൽ തോന്നുന്നൊരു കാര്യമുണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ അനുകരണം, മിമിക്രി എന്നൊരു കലയുണ്ടല്ലോ. മാരീചനാണ് ലോകത്തിലെ ആദ്യത്തെ മിമിക്രി താരം. അതായത് മാരീചൻ കരയുന്നത് ആരുടെ ശബ്ദത്തിലാണ്? മാരീചൻ്റെ ശബ്ദത്തിലല്ല. രാമൻ്റെ അസ്ത്രമേൽക്കുമ്പോൾ മാരീചൻ കരയുന്നത് രാമൻ്റെ ശബ്ദത്തിലാണ്. ജഗന്നിയന്താവായ ശ്രീരാമചന്ദ്രൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് മാരീചൻ മരിച്ചു വീഴുന്നത്. പൊന്മാൻ എന്ന രൂപത്തിൽ നിന്ന് രാക്ഷസ രൂപത്തിലേക്ക് മാറി മരിച്ചു വീഴുന്നത്. മറ്റൊരാളുടെ ശബ്ദം അനുകരിക്കുന്നതാണ് അനുകരണ കല എങ്കിൽ
ആദ്യത്തെ അനുകർത്താവ്, ആദ്യത്തെ ശബ്ദാനുകർത്താവ് മാരീചനാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് മാരീചൻ അങ്ങനെയും കൂടെ ഒരു മുഖം നമുക്ക് കൽപ്പിക്കാവുന്നതാണ് പുതിയ വായനയിൽ. മാരീചൻ ഒരു കലാകാരനും കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാവണൻ സംഗീതത്തിൽ എന്ന പോലെ തന്നെ ഏതൊരു നന്മയുള്ള ആളായാലും, ഏതൊരു ജ്ഞാനിയായാലും, ഏതൊരു കലാത്മക ചിത്തനായാലും നിഷിദ്ധ വികാരങ്ങൾ ഉള്ളിൽ വന്നാൽ അവൻ വധ്യനായിത്തീരും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഭാഗം. ശ്രീരാമനാൽ വധിക്കപ്പെടുന്ന മാരീചൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതൊരു ദുഷ്ചെയ്തികളും ഏതൊരു ദുഷ്കൃതങ്ങളും ഈശ്വരനാൽ ഒടുക്കപ്പെടും. അപ്പോൾ നമ്മൾ വിശുദ്ധരായിത്തീരും, പൂതരായിത്തീരും, പരിശുദ്ധരായിത്തീരും എന്നതാണ് ഈ ഭാഗം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ദാർശനിക ചാരുതയാർന്ന സന്ദർഭം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാകട്ടെ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി.